ചികിത്സാ പിഴവിനെ തുടർന്ന് തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടർ കോമയിൽ. റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ M. നന്ദകുമാറാണ് അബോധാവസ്ഥയിലായത്. സംഭവത്തിൽ തിരുവനന്തപുരം SP മെഡിഫോർട്ട് ആശുപത്രിയിലെ ഡോക്ടർ ശ്രീജിത്തിനെതിരെ പോലീസ് കേസെടുത്തു. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്നുള്ള ശസ്ത്രക്രിയയിലാണ് പിഴവ്. FIR-ന്റെ പകർപ്പ് ജനം TVക്ക്. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, വളരെ ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചികിത്സാ പിഴവിനെ തുടർന്ന് തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടർ കോമയിൽ അകപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു. എന്താണ് M. നന്ദകുമാറിന് സംഭവിച്ചത്? നീലിമ, SP മെഡിഫോർട്ട് ഹോസ്പിറ്റലിലെ ന്യൂറോ സർജൻ ശ്രീജിത്തിനെതിരെയാണ് ഇപ്പോൾ നന്ദകുമാറിന്റെ കുടുംബം ഗുരുതര ആരോപണവുമായി വന്നിരിക്കുന്നത്. വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. ശസ്ത്രക്രിയ മൂലം M. നന്ദകുമാറിന് കോമാ സ്റ്റേജിൽ എത്തേണ്ട സാഹചര്യമുണ്ടായി എന്നാണ് ഇപ്പോൾ ഈ കുടുംബം ആരോപിക്കുന്നത്. അതായത് ഇക്കഴിഞ്ഞ 16-ാം തീയതി സെറിബ്രൽ ഹെമറേജുമായി നന്ദകുമാറിനെ മെഡി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. അഡ്മിറ്റ് ചെയ്തതിനു ശേഷം ഉടൻ തന്നെ ഡോക്ടർ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ നടത്തി. ശസ്ത്രക്രിയക്ക് തുടർന്നാണ് M. നന്ദകുമാർ കോമാ സ്റ്റേജിലേക്ക് പോകുന്നത്. കോമാ സ്റ്റേജിലേക്ക് പോവുകയും ചെയ്തു. ഇതേ തുടർന്നാണ് തുടർന്ന് ഈ കോമാ സ്റ്റേജിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. ഇതാണ് കുടുംബം പരാതിയുമായി വന്നിരിക്കുന്നത്. അതായത് അശ്രദ്ധമായ രീതിയിൽ ഈ ശസ്ത്രക്രിയ നടത്തിയത്, അലക്ഷ്യമായ രീതിയിൽ ശസ്ത്രക്രിയ നടത്തിയതാണ് ഇത്തരം സാഹചര്യം ഉണ്ടാക്കാൻ കാരണമായതെന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. ആ പരാതിയിലും പറയുന്നത് ഇത് തന്നെയാണ്. അന്ന് 16-ാം തീയതി അഡ്മിറ്റ് ആകുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഓപ്പറേഷൻ ശേഷം മാത്രമാണ് M. നന്ദകുമാറിന് കോമാ സ്റ്റേജിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ശസ്ത്രക്രിയയിലെ പിഴവാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയത്. തുടർന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ചെയ്തു. എന്നാൽ ഈ സംഭവത്തിൽ ഇപ്പോൾ ആശുപത്രി അധികൃതരും ഈ സംഭവം നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആശുപത്രി അധികൃതരുടെ വാദം എന്ന് പറയുന്നത് അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ കുടുംബം ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഉറച്ചു നിൽക്കുന്നതോടൊപ്പം കൂടുതൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന കുടുംബം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ തീരുമാനം. നിയമപരമായ കാര്യങ്ങൾ നിയമപരമായിട്ട് നടക്കട്ടെ എന്ന കുടുംബം പറയുകയും ചെയ്തു. ശസ്ത്രക്രിയയെ തുടർന്നാണ് ഈ M. നന്ദകുമാർ തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടറായിരുന്നു. അതോടൊപ്പം തന്നെ PRD-യുടെ ഡയറക്ടറായിരുന്നു. ഡയറക്ടറായിരുന്ന നന്ദകുമാറിന് കൂടുതൽ രോഗം മൂർച്ഛിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. സെറിബ്രൽ ഹെമറേജുമായിട്ട് ആണ് SP മെഡിഫോർട്ടിൽ ചികിത്സയ്ക്ക് എത്തുന്നത്. തുടർന്നാണ് അടിയന്തര ശസ്ത്രക്രിയ വേണമെന്നൊരു ആവശ്യം ഡോക്ടർമാർ പറയുന്നത്. ആ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് കുടുംബം അടിയന്തരമായിട്ടുള്ള ശസ്ത്രക്രിയയ്ക്ക് തയ്യാറാകുന്നത്. ആ ശസ്ത്രക്രിയയ്ക്ക് തുടർന്നാണ് കൂടുതൽ രോഗം മൂർച്ഛിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും അദ്ദേഹത്തിന് ഓർമ്മ നഷ്ടപ്പെടുന്ന രീതിയിൽ കോമാ സ്റ്റേജിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. തുടർന്നാണ് പിന്നീട് മുൻ കളക്ടർ M. നന്ദകുമാർ സർജറിക്ക് പിന്നാലെ കോമയിലെത്തിയിരിക്കുകയാണ്. ചികിത്സാ പിഴവെന്നാണ് പരാതി. SP മെഡിഫോർട്ട് ന്യൂറോ സർജനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മകളുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളാണ് പ്രശാന്ത് പങ്കുവച്ചത്.